നമസ്കാരം, കേരള ടെക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുറച്ച് നാളത്തെ വീണ്ടും ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ആണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് തന്നെ ആദ്യം എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ടും ഇടാൻ സാധിക്കാഞ്ഞാണ്. ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചാനലിന് കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം ഈ വീഡിയോ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഇന്നത്തെ വീഡിയോയ്ക്ക് മുമ്പ് ഒരു ടൈറ്റിൽ എന്ന രീതിയിലും പറയുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പം ഇന്നത്തെ ടൈറ്റിൽ അനുസരിച്ച് നമ്മൾ ഇന്ന് അൺബോക്സ് ആണ് ചെയ്യുന്നത്. ഒരു വയർലെസ് ഹെഡ്ഫോണാണ്. ബോട്ട് വയർലെസ് റോക്കിംഗ് 400 എന്ന് പറയുന്ന ഒരു വയർലെസ് ഹെഡ്സെറ്റാണ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് 400 റോക്കേഴ്സ് എന്ന് പറയുന്ന ഒരു മോഡല്. ഇതാണ് അതിൻ്റെ ഒരു പ്രീമിയം പാക്കിംഗ് എന്ന് പറയുന്നത്. വളരെ നല്ലൊരു പാക്കിംഗ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ നല്ല രസമാണ് കാണാൻ. പക്ഷേ ബോക്സിൻ്റെ ക്വാളിറ്റി അത്രയൊന്നുമില്ല, സാധാരണ ഒരു ബോക്സ് ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കി കാര്യം ഡിസൈനൊക്കെ അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ കുറച്ച് സ്പെക്സ് വായിക്കാം. ഇതിൻ്റെ പുറകിലൊരു ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് മ്യൂസിക് പ്ലേ ബാക്ക് ഏകദേശം 8 hours കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. ചാർജിങ് ടൈം 2 hours മാക്സിമം ആണ്. സ്റ്റാൻഡ് ബൈ ടൈം ടു 100 hours. ചുമ്മാ നീക്കുമ്പോൾ ഒരു 100 മണിക്കൂർ കിട്ടുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ബിൽറ്റ് ഇൻ റീചാർജബിൾ ബാറ്ററീസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു 5 കളർ വേരിയൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരു ഗ്രീന്, ഒരു ബ്ലൂ, ഒരു റെഡ്, ബ്ലാക്ക്, കോമൺ ബ്ലാക്ക്, അങ്ങനെ കുറച്ച് കളർ വേരിയൻസിന് നമുക്ക് ഇത് അവൈലബിൾ ആണ്. ഈ പാക്കേജിന്റെ കൂടെ കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഓണിയർ ഹെഡ്ഫോണ്, USB ചാർജിങ് കേബിള്, ഓഡിയോ കേബിള്, ഇത് മൂന്നുമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ ഒരു യൂസർ ഗൈഡും ഉണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതിൽ കിട്ടുന്നത് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പെട്ടി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതെടുക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മുകളിലിരിക്കുന്ന ഒരു യൂസർ മാനുവലാണ്. ബോക്സിൽ വേറെ ഒന്നും തന്നെ ഇല്ല. ഒരു യൂസർ മാനുവലാണ് ആദ്യം തന്നെയാണ്. പിന്നെ ഒരു വാറണ്ടി കാർഡ് പോലത്തെ ഒരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് 400 എന്ന് പറയുന്ന ഹെഡ്ഫോൺ, വയർലെസ് ഹെഡ്ഫോൺ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ആക്സസറി എന്ന് പറയുന്നത് ഒരു ഓഡിയോ കേബിളും പിന്നെ ഒരു ചാർജിങ് കേബിളുമാണ്. ഓഡിയോ കേബിളും ചാർജിങ് കേബിളും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇൻബിൽഡ് ആയിട്ടൊരു മൈക്രോഫോൺ വരുന്നുണ്ട്. ഒരു ഹെഡ്ഫോൺ നമുക്ക് ഹെഡ്സെറ്റ് ഫ്രീ ആണ്. നമുക്ക് കോൾ ചെയ്യാനൊക്കെ വളരെയധികം അത് കൺവീനിയൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അത് ഞാൻ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ ഡിവൈസസിലും ഇത് സപ്പോർട്ട് ചെയ്യും. വിൻഡോസ്, ആൻഡ്രോയിഡ്, iOS എല്ലാത്തിനും നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആക്സസറീസ് എന്ന് പറയുന്നത്. ഒരു ഓഡിയോ കേബിളും USB ചാർജിങ് കേബിളും. ഇതിനകത്ത് ഇതിൻ്റെ ഈ ഒരു 2 എക്യുപ്മെൻറ്റ്സിൻ്റെയും ബിൽറ്റ് വളരെ നല്ലതാണ്. ഈ കേബിളൊക്കെ വളരെ നല്ല രീതിയിലാണ് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്വാളിറ്റി തരുന്നുണ്ട്. പിന്നെ ഓഡിയോ കേബിളിൽ സിൽവർ പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഗോൾഡൻ പ്ലേറ്റ് അല്ല. അതൊരു ചെറിയ മൈനസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ എന്ന് പറയുന്നത്. ഇത് വളരെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇത് തരുന്നുണ്ട്. നല്ലൊരു സോഫ്റ്റ് കുഷ്യൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബിൽഡിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ നല്ലൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. എനിക്ക് വളരെ ഇഷ്ടപ്പെടും. നല്ലൊരു ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. ട്രസ്റ്റ് മീ ഗൈസ്, നല്ലൊരു ബിൽഡാണ് ഇത്. പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ ഡ്രോപ്പ് ചെയ്ത് താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡാമേജ് സംഭവിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം റെസിസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ബോട്ട് ലോഗോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് നമുക്കിതിൽ ലഭിച്ചിരിക്കുന്നത്. നമുക്ക്
ഇവിടെ റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു കൺട്രോളിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഓഡിയോ ജാക്ക്, ഒരു മൈക്രോ USB പോർട്ട്, പിന്നെ ഒരു വോളിയം അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും, പിന്നെ ഒരു പോസ് ബട്ടണും. ആ ഒരു അറിയാമല്ലോ, എല്ലാ ഹെഡ്ഫോണിലും എല്ലാ ഉയർന്ന ഫോണിലും അത് തന്നെയാണ് ഓൺ ഓഫ് ബട്ടണും എല്ലാം തന്നെ. അതിൻ്റെ പോസ് ബട്ടൺ ആയിരിക്കും. അത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓൺ ആക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു ഓഡിയോ ടെസ്റ്റിംഗ് ഒന്നും എനിക്കിപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ മാക്സിമം ഞാൻ ഇതിനകത്ത് നിന്ന് കൊടുക്കാൻ ശ്രമിക്കാം, പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഓക്കെ, ഇത് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയതാണ്. ഇത് ഫോൾഡ് ചെയ്ത് നമുക്കിങ്ങനെ മടക്കി വെക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനകത്ത് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഈ കപ്സ്, അതായത് ഈ സ്പീക്കർ കപ്സ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കത്തില്ല. അതൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിനകത്തൊരു ഇരുമ്പിൻ്റെ ഒരു പാർട്ടാണ് ഇവിടെ, ഒരു മെറ്റൽ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ, അതായത് നമ്മുടെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൂൾ, ആ ഒരു രീതിയിലാണ്. പിന്നെ ഇതാണ് അതിൻ്റെ സ്വിച്ച്, അപ്പ് ബട്ടണും ഡൗൺ, അതായത് വോളിയം ഇൻക്രീസ് ചെയ്യാനും കുറയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ബട്ടൺസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്പീക്കറിൻ്റെ ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ പ്രത്യേകത. ഇത് ഇൻഡിക്കേറ്റർ ബട്ടണും ഇതിൻ്റെ മൈക്കും ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് പറയാം. ഇത് കംഫർട്ടാണ്, വളരെ നല്ല കംഫർട്ടാണ്. പക്ഷേ വളരെ ടൈറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ഹെഡിൽ വെക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മൈക്രോഫോൺ അത്ര പവർഫുൾ അല്ല. ഓക്കെ, ഇനിവേ ഞാൻ ഒരുപാട് മുന്നോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.